ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളല്ല, ഒരു ചെയിൻ ഓഫ് സ്കൂളാണ്. അതിലേക്ക് 7,000 അതായത് 7,000 മുകളിൽ വേക്കൻസിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സെലക്ഷൻ ചെയ്യുന്നത് EMRS സ്റ്റാഫ് സെലക്ഷൻ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാം എന്ന് പറഞ്ഞിട്ട് ESSC 2025 ആണ് നടത്തുന്നത്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതിൻ്റെ പേര് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, നടത്തുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കീഴിലുള്ള സ്കൂളാണിത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ഉള്ളത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം എന്താ വെച്ചാൽ ഇത് നിയർലി 50 പേജുള്ളൊരു PDF ആണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് എസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് നേരെ പേജ് 3 പോവാം. പേജ് 3 പോകുമ്പോൾ പേജ് 2 കഴിഞ്ഞു. ഓക്കെ, 3. അപ്പോൾ പേജ് 3 വന്നിട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവർ തന്നെ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അറ്റ് എ ഗ്ലാൻസ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് ഫീ പേയബിൾ ഇത് SC/ST വുമൺ ഫീമെയിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫീ ഇല്ല പറയുന്നുണ്ട്. പക്ഷേ വേറെ രീതിയിൽ പ്രോസസ്സിങ് ഫീ എന്നുണ്ട് എല്ലാവരുടെ നിന്നും മേടിക്കുന്നുണ്ട്. സോ ഇൻ സെൻസ് പറയുകയാണെങ്കിൽ എല്ലാവരുടെ നിന്നും ഒരു ഫീസ് മേടിക്കുന്നുണ്ട്. ഇവിടെ കണ്ട അപ്ലിക്കേഷൻ ഫീ, അതെന്താണ് ഇപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്ലിക്കേഷൻ ഫീ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ഫീമെയിൽ SC/ST അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രോസസ് ഫീ ഈസ് അപ്ലിക്കബിൾ ഫോർ എവരിബഡി. സോ ഇൻ എ സെൻസ് എല്ലാവരും ഫീസ് കൊടുക്കണം. SC/ST അങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ളവർക്ക് പ്രോസസ്സിംഗ് ഫീ മാത്രം കൊടുത്താൽ മറ്റവർക്ക് അപ്ലിക്കേഷൻ ഫീ കൂടി കൊടുക്കണം. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പറയുക പേജ് 3 കഴിഞ്ഞ് പിന്നെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം 50 പേജിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. പേജ് 7 പോവാം. ഓക്കെ, പേജ് 7 പോകുമ്പോൾ ഒരു മിനിറ്റ്, ഇതാണ് 7 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോരോ വേക്കൻസികളാണ് പറയുന്നത്. EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാം. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. പ്രിൻസിപ്പൽ 225 പോസ്റ്റ് ഉണ്ട്. PGT അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 460 ഉണ്ട്. പ്രിൻസിപ്പൽ 205. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അതാണ് TGTs 3,962. ഏറ്റവും കൂടുതൽ പോസ്റ്റ് വേക്കൻസി ഉള്ളത് അതിലാണ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. ഓക്കെ, ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ബാക്കി പറയുന്നുണ്ട്. അത് വന്നിട്ട് 8, 9, 10 പഠിക്കുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. TGT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മുതൽ 6, 7, 8 പഠിപ്പിക്കുന്നവരും. ഓക്കെ, ഫീമെയിൽ നേഴ്സുണ്ട് 550 നേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. ഹോസ്റ്റൽ വാർഡൻ 635. അക്കൗണ്ടൻ്റൊക്കെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് BCom വേണ്ടൂ. ഓക്കെ, പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അത് 228, അത് +2 ആയിട്ടേ വേണ്ടൂ. ഓക്കെ, അതെല്ലാം വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ. ലാബ് അറ്റൻഡൻറ്റ് 146. ഓക്കെ, അങ്ങനെ 7,267 വേക്കൻസി വരുന്നുണ്ട്. വലിയ ഇതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഓക്കെ, അതിലേക്കുള്ള അപ്പോയിൻമെൻ്റാണ്. ഇതിപ്പോൾ കമ്മിങ് അപ്പാണ്, അതാണ് ഇത്രയും ഹ്യൂജ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, എല്ലാം കേന്ദ്ര ഗവൺമെൻറ് സ്കെയിലാണ്. ഇതിന് ശമ്പളം കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. ഓക്കെ, ഇനി താഴത്തേക്ക് പോകുമ്പോൾ ഇത് വന്നിട്ട് അൺറിസർവ്ഡ് ഓരോരോ ഇപ്പോൾ പ്രിൻസിപ്പൾ എത്ര എണ്ണം റിസർവ് ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ നോക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ളതാണ്. ഓക്കെ, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ ഒക്കെ ഓരോന്നും പറയുന്നുണ്ട് അവർ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേജ് 7, 8 കഴിഞ്ഞാൽ 7, 8 ഇതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ മലയാളം ആകെ എന്താ പറയുക, നമ്പർ ഓഫ് വേക്കൻസീസ് മലയാളം 2 ഉള്ളൂ. മലയാളം 2 ഉള്ളൂ എന്ന് വിചാരിക്കണം. അതായത് മലയാളം എന്ന ലാംഗ്വേജിലാണ്, അതായത് കേരളത്തിലേക്ക് മാത്രമല്ല ഉണ്ട് മലയാളം വേണ്ട, 2 ഉള്ളൂ. അത് ഫുൾ അൺറിസർവ്ഡിലാണ്. ബാക്കിയുള്ള ലാംഗ്വേജ് ഉണ്ട്. അതപ്പോൾ ലാംഗ്വേജ് ടീച്ചർമാർക്കാണ് അത് ബാധിക്കുള്ളൂ. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് TGT, പിന്നെ അതല്ലാതെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഒരുപാട് റിക്രൂട്ട്മെൻറ്റാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് ഓൺലൈൻ ടെസ്റ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്നും വരുന്നുണ്ട്. മ്യൂസിക്, ആർട്ട്, PET, ഫീമെയിൽ, മെയിൽ, ലൈബ്രറിയൻ, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇതുണ്ട് ഹോസ്റ്റൽ വാർഡൻ. ഇതെല്ലാം നോൺ ടീച്ചിങ് ആണ്. ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ, മെയിലുണ്ട്, ഫീമെയിലുണ്ട്. ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിനെ ഫീമെയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അക്കൗണ്ടൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, ലാബ് അറ്റൻഡൻറ്റ് അങ്ങനെ ഒരുപാട് വേക്കൻസിയാണ്. ഓക്കെ, ഇനി വന്നിട്ട് 7 കഴിഞ്ഞ പേജ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പേജ് 13 പോകാം നമുക്ക് നേരെ. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞ് 50 പേജൊക്കെ പറയുമ്പോൾ ഒരുപാട് വീഡിയോയുടെ നീളം കൂടി നിങ്ങൾക്ക് ബോറടിക്കും. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ
PGTs. ഓക്കെ, അത് ഇംഗ്ലീഷ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ പ്രിൻസിപ്പളിൻ്റെ ആൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെവൽ 12 ആണ്. അതായത് 78,000 മുതൽ 2,09,000 വരെ സാലറി വരും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് രണ്ടാണ് ഹൈ പെയ്ഡ് സാലറിയാണ് ഇതിനൊക്കെ. ലെവൽ 8 അത് വന്നിട്ട് 47,000 to 1,50,000. ഓക്കെ, അതൊക്കെ ഈ ഗ്രേഡൊക്കെ അതിങ്ങനെ ബ്രാക്കറ്റിൽ ചെയ്ത് നിങ്ങൾക്ക് അത് അറിയാം. അത് TA DA അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് 1,51,000 വരിക. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 6,42,000. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സ്കെയിലാണ്. അതാണ് ഇത്രയും സാലറി. ലൈബ്രറിയൻ 1,42,000. അങ്ങനെ ഇത് രണ്ടുമാണ്. +2 ഉണ്ടായാലും മതി. ഞാനിത് പറയുന്നുണ്ട് അടിയിൽ. അപ്പോൾ പിന്നെ ഇതിന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമാണ്. അതിൻ്റെ ഇത് റീസണിങ് കണ്ടോ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ Tier 1 റീസണിങ് ഇതെല്ലാം ഞാനിപ്പോൾ വീഡിയോയിൽ നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് കുറച്ച് വായിച്ചൊക്കെ കുറച്ച് മനസ്സിലാക്കുകയും ചെയ്യും. ഓൺലൈൻ ഇതിൻ്റെ ഇതിൽ ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റിലിട്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലാംഗ്വേജ് അങ്ങനെ ഇതിങ്ങനെ 4 Tier 1, പിന്നെ കഴിഞ്ഞ് Tier 2 അക്കാഡമിക് ആൻഡ് റെസിഡൻഷ്യൽ റെസ്പെക്ട്സ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ Tier 3 അത് ഓരോന്നിനും മാറും. അത് PGTയുടെ Tier 1, മറ്റത് പ്രിൻസിപ്പളിൻ്റെ Tier 1, ഇത് PGT, അത് കഴിഞ്ഞാൽ TGT, അങ്ങനെ പറഞ്ഞു പോകേണ്ടത്. അതാണ് ഞാൻ അധികമായി ഇത് വിസ്തരിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതിൽ അപ്ലൈ ചെയ്യണം അതിനനുസരിച്ച് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് 13 ഇപ്പോൾ നോക്കിയത്. 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ പേജ് 21 പോവാം. പേജ് 21 എവിടെ 21 21. ഓക്കെ, ഇനി പേജ് 21. ഓക്കെ, പേജ് 21 ആകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് റിപ്പോർട്ട് എക്സാമിനേഷൻ സെൻറ്റർ. അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി 22. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രിൻസിപ്പളിന് നോട്ട് എക്സീഡിങ് 50 ഇയറിൻ്റെ മേലെ വരാൻ പാടില്ല. കണ്ടോ, 50 ഇയർ വരെ വേറെല്ലായിടത്തും ഉള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SC ST OBC ആണെങ്കിൽ 55 വരെ ഉണ്ട്. പിന്നെ അതിന് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. PGT ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എസെൻഷ്യൽ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ ഡിഗ്രി അത് നിങ്ങൾ നോക്കുക. ഓക്കെ, TGTയുടെ PGT തന്നെ PGT തന്നെ ഓരോരോ ഇതിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. TGTയിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് ബാച്ചിലേഴ്സ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ സബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെ ഓരോന്നും പറയണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. അതായത് കുറേ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. കാരണം ടീച്ചർമാർക്ക് അറിയാം അവർ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കണ്ടോ, 4 ഇയർ BPEഡ് അതിൽ വേണം. ലൈബ്രറിയൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ്. ലൈബ്രറിയനിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് വേണം. ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി അങ്ങനെ അത് വേണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് BSc ഓണറബിൾ ഇത് ഇൻ നഴ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് റെഗുലർ കോഴ്സ് ഇൻ BSc. ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇത്. പിന്നെ ഹോസ്റ്റൽ വാർഡൻ അപ് ടു 35 ഇയേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 4 ഇയേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സ്, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിനാണ് ഇങ്ങനെ നീട്ടിപ്പറയുന്നത്. നമ്മുടെ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോൾ ഹോസ്റ്റൽ വാർഡനെ പറയാം. പിന്നെ അക്കൗണ്ടൻറ്റ് അത് നല്ലൊരു ഇതാണ്. അതും സിമ്പിളായിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് വേണം. അതായത് BCom പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഇത് നോട്ട് ചെയ്യുക. ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് എലിജിബിൾ. BBA കഴിഞ്ഞവർക്ക് പറ്റില്ല. ഓക്കെ, BBA കഴിഞ്ഞവർക്ക് പറ്റില്ല. BCom ഉള്ളവർക്ക് പറ്റും. അപ്പോൾ BCom ഉള്ളവർക്ക് തന്നെ MCOM ഒക്കെ പറ്റും. ഓക്കെ, പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് JSA എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ അപ് ടു 30 ഇയേഴ്സ് ആണ് മാക്സ്. അൺറിസർവ്ഡ് ആണെങ്കിൽ SC ST ആണെങ്കിൽ ഒരു റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 30 വയസ്സ് അപ്ലൈ ചെയ്യാം. അതിന് വന്നിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സീനിയർ സെക്കൻഡറി, അതായത് +2 പഠിച്ചവരായിരിക്കണം. അതാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. പ്ലസ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനും പറ്റണം. ഓക്കെ, പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി. അതായത് ഓറാണ്, അതായത് ഇംഗ്ലീഷിൽ വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഹിന്ദി ടൈപ്പിംഗ് മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അത് ഇപ്പോൾ പല ആപ്പുകളുണ്ട്, എന്ന് പഠിക്കാറേ ഉള്ളൂ. അതിന് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. അവരവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 35 വേർഡ്സ് പെർ മിനിറ്റ് അടിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അതിനൊക്കെ ഒരുപാട് ആപ്പുണ്ട്. ഇതിൽ കമൻസിൽ വന്നാൽ പറഞ്ഞുതരാം. ലാബ് അറ്റൻഡൻറ്റ് അത് നല്ലൊരു പോസ്റ്റാണ്. ലാബ് അറ്റൻഡൻറ്റ് അപ് ടു 30 ഇയേഴ്സ് ഇതാക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ്ടോ വേറൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനും വേണ്ട. 12th ക്ലാസ് വിത്ത് സയൻസ് സ്ട്രീം, അതായത് PCM +2 സയൻസ് പഠിച്ചവർക്ക്, സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് PCM പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. +2
മാത്രം മതി, വേറെ ഒന്നും വേണ്ട, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ലാബ് അറ്റൻഡൻറ്റിനൊക്കെ സാലറി തന്നെ 50,000 റുപ്യാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഇത് വന്ന് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഉള്ള 7267 പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ഓൺലൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, കാരണം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റിൽ വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം, അതായത് ആ ലിങ്ക്, ആ ഒരു സ്ക്രീന്, അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, അപ്പോൾ ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും EMRS ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഇത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എത്തും. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് മോർ. ഓക്കെ, ഇതിലാവും നിങ്ങൾ എത്തുക. ഇതിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ 50 പേജിൽ നോട്ടിഫിക്കേഷനാണ്. അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ അതിൽ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതിലത്തെ ക്രക്സ് ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഞാൻ അതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ആവശ്യക്കാർക്ക് ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഇത് വായിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന് ഇതിൽ ലിങ്ക് ടു അപ്ലൈ ഇവിടെ പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് സ്റ്റെപ്പ് 2 രജിസ്റ്റർ ചെയ്യാണ്ടോ ഇങ്ങനെ വരും. അതായത് ഒന്ന് അപ്ലൈ ഫോർ 1 ടൈം ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, പേ എക്സാമിനേഷൻ ഫീ, ഡൗൺലോഡ് കൺഫേം പേജ്, പിന്നെ രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ ദി അബോവ് മെൻഷൻ. അതായത് ഇത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയി ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ വല്ല ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണിച്ചു തന്നാൽ മഹാ ബോറായിരിക്കും, കുറേ നീണ്ടുപോകും. കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട് ഡൗൺലോഡ് ഡീറ്റെയിൽഡ് എന്താണ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ അമർത്തുക. അപ്പോൾ 1 ടൈം, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അങ്ങനെ 2-3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ 1 ടൈം രജിസ്റ്റർ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോന്നിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോന്നിനും വേറെ ഫീസായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടോ. അതിൽ കമൻറ്റിൽ വന്നാൽ അവർക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് നോ പ്രോബ്ലം. ഇതിൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ആൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇത് ലോഗിൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. പിന്നെ വേറെ എന്ന് പറയുന്നത് ഇതിൽ ഗൾഫ്, പ്രാദേശികം, കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എല്ലാവിധ തൊഴിൽ അവസരങ്ങളും ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കോ ആർക്കാ ഇത് പറ്റുക, അവർക്കിത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്, +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അവരോട് ഇത് ഫോളോ ചെയ്യാൻ പറയുക. ഒരുപാട് ജോലി അവസരങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വായിച്ചതിന് മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യില്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും വേറെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ആർക്കെങ്കിലും ഉപയോഗപ്പെടും. ഓക്കെ, താങ്ക് യു.